സിമിയാമി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സ്കൂൾ തുറക്കാൻ ഇനി ആകെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ. അതിനു മുന്നേ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ അവസാന നിമിഷത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നെനിക്കറിയാം. പക്ഷേ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അങ്ങനെ മൈൻഡൊന്ന് സെറ്റാക്കാൻ വേണ്ടി പുറത്തേക്കൊന്ന് പോകാമെന്ന് കരുതി. അപ്പം മോളിലോ വല്ലതുമൊക്കെ പോവുകയാണെങ്കിൽ നല്ലവണ്ണം പൈസ ചിലവാകും. അങ്ങനെ ഞാൻ കരുതി എനിക്ക് എന്തായാലും തലമുടിയൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാമെന്ന്. അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോയും എടുക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ അത് മുന്നേ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നിട്ടില്ല. അവിടെ പോയപ്പോഴൊക്കെ വളരെ ലേറ്റായിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അത് മാത്രമല്ല, ചെന്ന ഉടനെ തന്നെ ഒരു വീഡിയോ ഒന്നും എടുക്കണ്ട, ശരിക്കും 2-3 പ്രാവശ്യം പോയി എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് എടുക്കാമെന്ന് ഞാൻ കരുതി. എന്തായാലും ഞാൻ അതിൻ്റെ 1-2 ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഒരു മുഴുവൻ വീഡിയോ തന്നെ ചെയ്യണമെന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ ഞാൻ വരുമെന്ന് മെസ്സേജ് ചെയ്തിരുന്നതാണ്. പക്ഷേ എല്ലാ സമയവും ഞാൻ വളരെയധികം ലേറ്റായിട്ടാണ് പോകാറ്. ഇത്തവണ കുറച്ച് നേരത്തെയാണ് പോയത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓണർ അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫുൾ വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ ചുറ്റുവട്ടമൊക്കെ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. അതായത് ഇവിടുത്തെ റോഡിൻ്റെ വീതി കൂട്ടുന്നു, പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നു, അങ്ങനെയൊക്കെ. ഇവിടെ റോഡിന് വീതി കൂട്ടുക, പാർക്കിങ്ങിന് ഫീ ഏർപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജീവിത ചെലവ് കൂടി വരികയാണെന്ന് അർത്ഥം. ഇവിടെ ഇനി ജീവിക്കുക എന്ന് പറയുന്നത് വളരെയേറെ ചിലവേറിയ കാര്യമാണ്. അതായത് റെൻറ്റൊക്കെ ഇവർ നന്നായിട്ട് കൂട്ടും, പാർക്കിംഗ് ഫീസും എല്ലാം ഒക്കെ വരികയല്ലേ. അപ്പം എന്തായാലും ഇവിടുത്തെ റെൻറ്റൊക്കെ വളരെയേറെ കൂടും. അപ്പോൾ എനിക്കും ഇനി 1-1.5 മാസത്തിനുള്ളിൽ വേറെ വീട് അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ പോകുന്നത് അംബാസഡർ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സരീന ബ്യൂട്ടി സലൂണിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പെന്ന് വെച്ചാൽ അവരുടെ 2ാമത്തെ ഷോപ്പാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവരുടെ പഴയ ഷോപ്പ്. പക്ഷെ അതിനെ റിനോവേറ്റ് ചെയ്ത് നല്ല ഭംഗിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വീഡിയോ ആണ് ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിച്ചത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് കറക്റ്റ് പ്ലേസ് അറിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ട് പോകാത്തത്. അങ്ങനെ അവിടെ ചെന്ന് അവിടുത്തെ ഓണറിനെ വിളിച്ചപ്പോൾ ആളിവിടെ ഇല്ല, ആളെന്തോ ഹോസ്പിറ്റൽ ആവശ്യമായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ കരുതി എന്തായാലും ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് തിരിച്ചിങ്ങ് പോരാമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. അവരെനിക്ക് നല്ല രീതിയിൽ എൻ്റെ ഹെയർ കട്ട് ചെയ്ത് തന്നു. ഇവിടെയാണ് ഞാൻ 2-3 പ്രാവശ്യമായിട്ട് വരുന്നത്. എൻ്റെ ഹെയർ കളറിങ് ആണെങ്കിലും ഫേഷ്യലൊക്കെ ആണെങ്കിലും ഞാൻ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഫേഷ്യലാണെങ്കിലും ഹെയർ കളറിങ്ങൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമൊന്നുമല്ല. സ്കൂളിൽ വല്ല പരിപാടികളും വരുമ്പോഴോ ഓപ്പൺ ഹൗസ് വരുമ്പോഴോ ഒക്കെയാണ് ഞാനിത് ചെയ്യാറ്. കാരണം പാരൻസിൻ്റെ മുന്നിൽ നമ്മൾ ഇരിക്കുന്നതല്ലേ, അപ്പോൾ നമ്മളെ ഒന്ന് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമല്ലേ. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് ഇരിക്കണം. അവർക്ക് തോന്നണമല്ലോ അവരുടെ കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചർ കുറച്ച് നല്ല പ്രസൻറ്റബിൾ ആണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു അഭിപ്രായം തോന്നണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ എനിക്കിതിനെ പറ്റിയൊന്നും വലിയ അറിവൊന്നും ഇല്ല കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ അവരോട് ചോദിച്ചിട്ട് എൻ്റെ ഫേസിനും എൻ്റെ ഹെയറിനും ഒക്കെ എന്തൊക്കെയാണോ ആവശ്യം, അതേതാണോ നല്ലത്, അത് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. അവരുടെ സജഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ സരീന ഞാൻ 2 പ്രാവശ്യവും ഞാൻ അവരുമായിട്ട് എടുക്കുകയൊക്കെ ചെയ്തതാണ്. എനിക്ക് ലേഡീസ് നടത്തുന്ന സ്ഥാപനങ്ങളോട് എനിക്ക് ഭയങ്കര എനിക്ക് ബിസിനസ് ചെയ്യാൻ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് അവരോടൊക്കെ ഭയങ്കര നല്ല റെസ്പെക്റ്റ് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലേഡി ചെയ്യുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ട് എനിക്ക് അവരോട് ഭയങ്കര ഒരു റെസ്പെക്റ്റാണ്. ഈ ചെയ്യുന്നവരോടും എനിക്ക് നല്ല റെസ്പെക്റ്റാണ് തോന്നാറ്. ഇന്നിപ്പോൾ സ്ത്രീകളൊരു ബിസിനസ് ചെയ്യുന്നതോ ജോലി ചെയ്യുന്നതോ ഒന്നും വലിയ കാര്യമായിട്ട് ആർക്കും തോന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇവരൊക്കെ ഒരു നല്ലവണ്ണം സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഇതൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നും. അപ്പോൾ ഇവിടെ ഞാൻ വരുമ്പോഴെല്ലാം സ്ഥിരം ഒരേ സ്റ്റാഫുകൾ തന്നെയാണ് കാണാറ്. അതുകൊണ്ട് തന്നെ അവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കണ്ട, എനിക്ക് എങ്ങനെ വേണം, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അങ്ങനെയാണോ അങ്ങനെയൊന്നും എനിക്ക് പറഞ്ഞു കൊടുക്കണ്ട. അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവരതനുസരിച്ച് എനിക്ക് ചെയ്തു തരും. എനിക്കിവിടെ നിൽക്കുന്ന സ്റ്റാഫുകളെയും വളരെ ഇഷ്ടമാണ് കേട്ടോ. വളരെ പാവങ്ങളാണ്, നമ്മളോട് വളരെ സൗമ്യമായ രീതിയിലാണ് അവരുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ. എനിക്കതുകൊണ്ട് അവരെയും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ഥിരമായിട്ട് ഇവർ തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, നമ്മളെ പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല, അവർക്കറിയാം നമ്മളെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ ലേറ്റായിട്ടാണ് 2 പ്രാവശ്യം അവിടെ പോയിട്ടുള്ളതെന്ന്. 2ാമത്തെ തവണ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് 12 മണിക്കാണ്. ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ശരി നമുക്ക് ഇന്ന് തന്നെ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് അവർ അത്രയും സമയം എടുത്തിട്ടായിരുന്നു അന്ന് എനിക്ക് ഹെയർ കളറിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു തന്നത്. 2ാമത്തെ തവണ അവിടെ ഞാൻ പോകുമ്പോൾ അവിടെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ ഞാൻ അവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുമുണ്ട്.
അന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരു ചെറിയൊരു ഡാമേജ് വന്നിട്ട് ആ ഹെയറിനെ മുറിച്ച് കളയാതെ വീണ്ടും അതിൽ ശരിയായ രീതിയിൽ അതിനെ ചെയ്തെടുക്കാനായിട്ട് പെടുന്ന പാട് ഞാൻ കണ്ടതാണ്. അത്രയും സമയമെടുത്ത് അതിനെ ശരിയാക്കിയിട്ട് തന്നെ അടുത്തയിലേക്ക് പോയുള്ളൂ. അന്നത് കാണുമ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയായിരുന്നു. കാരണം ആ മുടിയുടെ ഉടമസ്ഥ തന്നെ പറയുന്നുണ്ടായിരുന്നു, ആ ഒരു മുടിയല്ലേ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കെന്ന്. പക്ഷേ അന്ന് അതിൻ്റെ ഓണർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് ശരിയല്ലല്ലോ, കാരണം തിക്നെസ് ഇല്ലാത്തവരല്ലേ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു മുടിയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതെനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി. അങ്ങനെയാണ് അന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതും ഷോർട്സായിട്ട് ഇടുന്നതും. പിന്നെ ഇവിടെ ഞാൻ കണ്ട വേറൊരു കാര്യം, ഇവിടെ വന്ന മിക്കവാറും പേരും ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറായിട്ടാണ്. കാരണം ഇവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇവരിവിടെ സ്ഥിരം വരുന്നതാണോ അല്ലയോ എന്ന്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ പൈസ കൊടുത്ത് തന്നെയാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്തത്. അധിക പൈസയൊന്നും ആയില്ല കേട്ടോ എൻ്റെ ഹെയർ കട്ടിന്. അപ്പോൾ എനിക്കെന്തായാലും ഇവിടെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അംബാസഡർ സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള സെറീന സലൂണാണ്. ഇവർക്ക് വേറെ ഷോപ്പ് കൂടിയുണ്ട് അതിനടുത്തായിട്ട് തന്നെ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബായ്.